കഥ അവതരിപ്പിക്കട്ടെ. ഞങ്ങളുടെ കഥയുടെ പേര് ബൽക്കീസിന്റെ കണ്ണുനീർ. അതെ, ബൽക്കീസിന്റെ കണ്ണുനീർ. തുടങ്ങിടുന്നേ ബിസ്മി ഹംദുകൾ പാടി ഉടയവൻ നബിയിൽ സലാത്തോതി. തുടങ്ങിടുന്നേ ബിസ്മി ഹംദുകൾ പാടി ഉടയവൻ നബിയിൽ സലാത്തോതി. ആണ്ടിരുപത് കാലം പിറകിൽ ചരിത്രം കണ്ടൊരു ക്രൂരത തൻ കഥനത്തിൽ ചേത്രം. കണ്ണുനീർ പോയിച്ചിടും ബൽക്കീസ് നേത്രം. പറയുന്ന കഥയൊന്ന് കേൾക്കാം സദേയം. അതാ അങ്ങോട്ട് നോക്കൂ, ഒരു ട്രക്ക് കാണാൻ സാധിക്കുന്നില്ലേ? കൊള്ളാനും അധികം ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടുമുണ്ട്. തൽക്കാലം നമുക്കതിലുള്ളവരെ ബൽക്കീസിന്റെ കൂടെ പിറപ്പുകൾ എന്ന് വിളിക്കാം. അത് ജനിച്ച മണ്ണും ജീവിച്ച വീടും പ്രണയിച്ച നാടും വിട്ട് പ്രാണാരക്ഷാർത്ഥം ഓടിപ്പോകുന്ന യാത്രാ സംഘം. അതെ, അവരാണ് ഈ കഥയിലെ നമ്മുടെ കഥാപാത്രങ്ങൾ. ഇന്ന് രാജ്യം ഭരിക്കുന്ന രാജാവോളം വളർന്ന പ്രധാനമന്ത്രിയുടെ നാടായ ഗുജറാത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അല്പമെങ്കിലും മനസ്സകങ്ങളിൽ കാരുണ്യത്തിന്റെ നീരവശേഷിക്കുന്നവർക്ക് അനുസ്മരിക്കാൻ പോലും കഴിയാത്ത ഗോപാലിക രാജ്യം നൃത്തം ചവിട്ടിയ 2002 ഗുജറാത്ത് കലാപം വർഗീയ ഫാസിശക്തികളാൽ ഭരണകൂടം ഭീകര താണ്ഡമാടിയ കറുകറുത്ത ദിനങ്ങൾ. ഉമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെട്ടു പോയ, മക്കൾക്ക് മാതാപിതാക്കൾ ഇല്ലാതെയായ, അനേകം പേരെ കൊന്നു കൊല വിളിച്ച ഉമ്മ പങ്ങന്മാരുടെ മാനഭിമാനം പച്ചയാൽ പിച്ചി ചീന്തപ്പെട്ട വർഗീയ ഫാസിശക്തികൾ കത്തിയാളിയ അന്നേ ദിവസം തന്നെയാണ് പ്രിയമുള്ളവരെ ബൽക്കീസും കുടുംബവും ആ ട്രക്കിലൂടെ യാത്ര ചെയ്യുന്നത്. എന്നാൽ അധികമൊന്നും അവരുടെ യാത്ര പോകും മുമ്പാണ് കരൾ പിളർക്കുന്ന ആ സംഭവം സാക്ഷിയായത്. കൂട്ടമെന്നത് ചാടി നടുക്കേ വെട്ടുവാൾത്തല ശബ്ദമുറുക്കേ പെട്ടെന്നവരത ചീറിയടുക്കേ ഞെട്ടി പീവി വിറച്ചു ധരിക്കേ കരള് വെന്തുരുകുന്നൊരു കഥയാണേ. കനല് പള്ളിയിരുണ്ടൊരു പദമാണേ. ശാന്തി തീരം ദൂരെ ദൂരെ. അതെ, ബൽക്കീസും കുടുംബവും യാത്ര ചെയ്യുന്ന ട്രക്ക് തന്റെ ഗ്രാമാതിർത്തി പിന്നിട്ടതും ഒരു വാൾ പ്രദേശത്തെത്തിയപ്പോൾ 30ഓളം വരുന്ന കലാപക്കാർ ചേർന്ന് ആ ട്രക്കിനെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. ആദ്യം തന്നെ ബൽക്കീസിനെയും കുടുംബത്തെയും പുറത്തേക്ക് വലിച്ചെറിയുകയാണ്. തന്റെ കൈക്കൂമ്പിലുണ്ടായിരുന്ന 3 വയസ്സുകാരിയായ കുസൃതി കുഞ്ഞിനെ പാറയിലേക്ക് വലിച്ചെറിയുകയാണ്. പാറയിൽ തല തട്ടി കുസൃതി കുഞ്ഞിന്റെ തല പിളരുകയാണ്. ദയനീയ കാഴ്ച. പക്ഷേ ഇതും കണ്ടു മരവിച്ച് നിൽക്കുന്ന ബൽക്കീസിനെ 30ഓളം വരുന്ന കാബാലികൾ ചെയ്തു തീർത്തത് വാക്കുകൊണ്ട് പറയാൻ സാധ്യമേയല്ല. 5 മാസം ഗർഭിണിയായ ബൽക്കീസിനെ 11 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്യുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം പ്രസവിച്ച കുട്ടിയെയും ഉമ്മയെയും ഇല്ലായ്മ ചെയ്യുന്നു. തൻ്റെ അമ്മയുടെ മാനഭിമാനം പച്ചയാൽ പിച്ചി ചീന്തപ്പെടുന്നത് കാണേണ്ടി വരുന്നു ബൽക്കീസ്. എല്ലാവരെയും കുളറപ്പാക്കിയ ശേഷം മാത്രം പിരിഞ്ഞു പോകുന്ന മനുഷ്യരൂപം പൂണ്ട രാക്ഷസന്മാർ. അതെ, ആയുസിന്റെ വലം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ബൽക്കീസ് മണിക്കൂറുകളോളമാണ് അവിടെ ജീവിച്ചയുമായി കടന്നുകൂടിയത്. ബോധം വന്നതാകട്ടെ തന്റെ കൂടെ പിറപ്പുകളെ അറുകൊല നടത്തി കശാപ്പ് ചെയ്യപ്പെട്ട രീതിയിൽ. അവിടെ നിന്ന് മുതൽ കാണു ബൽക്കീസ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിക്കുന്നത്. വീണ്ടും വീണ്ടും പീഡിപ്പിക്കപ്പെടുന്ന ബൽക്കീസും ആട്ടിയോടിക്കുന്ന പോലീസും മാനസിക രോഗിയാകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരും തുറിച്ചു നോക്കുന്ന നാട്ടുകാരും. അങ്ങനെ ദുരിത പർവ്വതങ്ങൾ താണ്ടി 2008 ബൽക്കീസ് ബാനു കേസിൽ 20 പ്രതികളെ കോടതി ശിക്ഷിക്കുകയാണ്. എന്നാൽ അവർക്ക് വേണ്ടി കോടതി നിർദ്ദേശിച്ച നഷ്ടപരിഹാരമോ ജോലിയോ വീടോ ഒന്നും ലഭ്യമായില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അവരെത്തിച്ചതാകട്ടെ അതിനേക്കാൾ വലിയൊരു ദുരിതമുഖത്തേക്കാണ്. ഫ്രീഡം മഹിമകൾ പാടി നടക്കും ദിനമില്ലറിവായ ഖബറിന്ന്. ആ ഫ്രീ ആയി വിട്ടൊരു പെണ്ണിന് ഫ്രീഡം തച്ചു തകർത്തവർ തന്നെ. നീതി മതിച്ചധികാരം വായും കാലമിതാണ് സോദരരെ. അനീതിരെ കണ്ട ദേവത പോലും കണ്ണുകൾ കെട്ടി നടപ്പിന്നെ. ആകാശങ്ങൾ ആരോവേള പുകളുകളും കണ്ടില്ലേ പൂമാലകളിട്ട ദുഷ്ട
കൂട്ടമേറ്റി നടക്കണ ഹാലല്ലേ ഓ ഗാന്ധിയെ ചെറുതായി വെടിവെച്ചിട്ട ശൂന്യതയാകും വിധമല്ലേ ഈ നാട്ടിലതൊക്കെ പതിവാണ്. 2022 ഓഗസ്റ്റ് 15 സോദർ ദിനത്തിന്റെ 75 അമൃത മഹോത്സവം രാജ്യമെങ്ങും വർണ്ണശബരിതമായി ആഘോഷിക്കുന്ന അന്നേ ദിവസം തന്നെയാണ് പ്രിയമുള്ളവരെ. മതേതര മനസ്സുകളെ വേദനിപ്പിച്ചുകൊണ്ട് 20 വർഷങ്ങൾക്കപ്പുറം ബൽക്കീസിനെയും കുടുംബത്തെയും 6 കൊല നടത്തി കശാപ്പ് ചെയ്തവരും അനേകം പേരെ കൊന്നു കൊലവിളിച്ച പെരും കുറ്റവാളികളെ കോടതി വെറുതെ വിട്ടയച്ചിരിക്കുന്നു. ഒരു സമുദായത്തെ മാത്രം അപരവൽക്കരണം നടത്തി രാജ്യത്തിന്റെ പിന്നാമ്പുറത്തേക്കാക്കാൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസറ്റുകൾ അധികാരത്തിന്റെ ചെങ്കോലമണിന് നടക്കുന്ന നമ്മുടെ നാട്ടിൽ ജനാധിപത്യം മതേതര സുന്ദര ഭാരതം സ്വപ്നം കാണുന്ന നാം ഇത്രയും അവരുടെ കൂടെയാകാം. കഥയിതാ ഒടുങ്ങിടും കഥനമെന്നടങ്ങിടും മുറിവുണങ്ങിടുന്ന കാലമെന്ന് വന്നു ചേർന്നിടും ഭരണം ഇവിടെ മാറിടും കൊടികൾ വീണ്ടും പാറിടും സമൂഹ നന്മക്കായി എൻ്റെ രാജ്യമെന്നുണർന്നിടും ഫാസിസം ചെറുക്കണം വർഗീയതയകറ്റണം സ്നേഹിതർ സഹോദരങ്ങളായി നാം കഴിയണം ചേർന്നു നിൽക്കണം നമ്മൾ ചേർത്തു നിൽക്കണം നീതിമാനിടുന്ന കാലം തീയാവണം നീ തീയാവണം ജയ 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 ജയ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്.